4 വർഷം കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഈ സൈഡിൽ മൊത്തവും ആളുകൾ കള്ളുകൂടികളാണ്. ഇവിടെ മഹാതരികടകൾ കാണിക്കുകയാണ് ഈ സൈഡ് മൊത്തം. നമ്മൾ ഇടയ്ക്ക് ചോദിച്ചപ്പോൾ ഇപ്പം തരുമെന്ന് പറയുന്നുണ്ട്. അവർ തരാമെന്ന് പറയുന്നു. നമുക്ക് പിന്നെ അവർ പറയുന്ന കേട്ടല്ലേ പറ്റുള്ളൂ വേണം. അതുകൊണ്ട് നമ്മളൊന്ന് ജനങ്ങൾ തിരക്കും വാഹനങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ചല്ലേ ചെയ്യേണ്ട. അപ്പോൾ ഇത് കാശിന് ഗവൺമെൻറ് എത്ര നഷ്ടപ്പെടും? ഒരു 12 കടക്കാരെ അവിടെ ശരിക്കുമുള്ള ആൾക്കാർ, ബാക്കിയെല്ലാം അങ്ങോട്ട് അത്രയും കുടിയേറിയ കണക്ക് അവരായിരിക്കുക. പക്ഷേ ഇതിന് 12 കടക്കാരെ തുറന്നു കൊടുത്തിരുന്നെങ്കിൽ. വർഷങ്ങളായി വഴിയോര കച്ചവടം നടത്തിയിരുന്ന പാവങ്ങളോട് കടകളൊക്കെ നിർമ്മിച്ചു തരാമെന്ന് നമ്മുടെ കോർപ്പറേഷൻ പറയുകയും 4 വർഷങ്ങൾക്ക് മുമ്പ് അവർ പറയുന്നത് 4-5 വർഷങ്ങളായെന്നാണ് ഈ വഴിയോരം കച്ചവടം ചെയ്തിരുന്നവരെല്ലാം മാറ്റി പുനരധിവസിപ്പിച്ച് കടകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷൻ്റെ വകയായിട്ട് നിർമ്മിച്ച കടകളാണ് ഈ കാണുന്ന നമ്മുടെ ഈ ഉന്തുവണ്ടിയുടെ പുറകിലിരിക്കുന്ന കടകൾ. പക്ഷേ നിർമ്മാണം പൂർത്തിയായെന്ന് പറയുന്നതല്ലാതെ ഇന്ന് ഈ സെക്കൻഡ് വരെയും അവർക്ക് വേണ്ടി, അതായത് ഈ വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ പറയുന്നത് പലതുമാണ്, പല മുട്ടാന്യായങ്ങളുമാണ് അവർ പറയുന്നത് കോർപ്പറേഷനിൽ നിന്ന്. അതായത് അതിന് വേറെ എന്തൊക്കെ കേസുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ അവർ മുട്ടാന്യായങ്ങൾ പറഞ്ഞ് ഇന്നും 4 വർഷം കൂടുതലായി ഇന്നും അവർക്ക് അതിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. ഇവർ പറഞ്ഞ് അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ കൊടുത്ത് മാറ്റി പുനരധിവസിപ്പിക്കാമെന്ന് പറഞ്ഞ പല വഴിയോര കച്ചവടക്കാരും ഇന്ന് വഴിയാധാരമായിരിക്കുകയാണ്. വഴിയാധാരമായി അവരുടെ കുടുംബങ്ങൾക്ക്, അതായത് കുടുംബ ചുമതലകളുള്ള പലരുമാണ് ഇന്ന് വഴിയാധാരമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ കടകളൊക്കെ ഇപ്പോൾ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സർക്കാർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സൗകര്യക്കുറവുള്ളത് കാരണം ഈ കടകളെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് ഇനി പുതുതായിട്ട് വീണ്ടും ഒന്നേന്ന് നിർമ്മിച്ച് നൽകാമെന്നാണ് പറയുന്നത്, കോർപ്പറേഷനിൽ നിന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്, ദാരിദ്ര്യത്തിലാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത്തരത്തിൽ നിർമ്മിച്ച ഈ കെട്ടിടം അത് ഒരു ദിവസം പോലും ഈ ഇവർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ കെട്ടിടങ്ങളെ തന്നെ വീണ്ടും പൊളിക്കാൻ പോവുകയാണ്, പൊളിച്ചിട്ട് വീണ്ടും പുതിയതായിട്ട്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതെന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. മാത്രമല്ല ഇതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇവിടെ മുൻപുണ്ടായിരുന്ന വഴിയോര കച്ചവടക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കോർപ്പറേഷൻ്റെ വക സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 അടുത്ത കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്താ പ്രവർത്തിക്കാത്തത്? അത് അവര് ഇതുവരെ നമുക്ക് തന്നില്ല. കെട്ടിയിരുന്നത് 4 വർഷം വരെ ആയി. തരാന്ന് പറഞ്ഞല്ല, ഇതുവരെ തന്നില്ല. ഇത് നിങ്ങൾ കാശ് കൊടുത്തിട്ടല്ലേ അവർ ഇത് എത്ര 9,000 രൂപ എന്തോ നിങ്ങൾ ഒരു പേയ്മെന്റ് അടയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട്? അത് അല്ലാതെ കരമാണ് അടയ്ക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് കെട്ടണല്ല, അവര് കെട്ടി തരണതാണ്. നിങ്ങൾക്ക് വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് സർക്കാർ മുമ്പേ ഉള്ള ഒരുപാട് വർഷം കൊണ്ടിരിക്കുന്നവർക്ക് മാത്രം 12 കടയുണ്ട് കെട്ടിയിട്ടുണ്ട്. പക്ഷെ ആർക്കും തന്നെ തന്നിട്ടില്ല. ഇതുവരെ തന്നിട്ടില്ല മേഡം. എന്തോ നിങ്ങൾ കട തുറന്ന് കണ്ടിട്ടുണ്ടോ? അതിന്റെ അകത്തൊക്കെ തുറന്ന് കണ്ടിട്ടുണ്ട്. എങ്ങനെയൊക്കെ സ്പേസ് ഒക്കെ ഉണ്ടോ? സ്ഥലം കുറവാണ് എങ്കിലും കുഴപ്പമില്ല. ഉള്ള സ്ഥലത്ത് വെള്ളമുണ്ട്, കറണ്ടുണ്ട്, എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. പക്ഷെ തുറന്നു തന്നിട്ടില്ല. നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. തുറന്ന് കാണിച്ചു, നമ്മൾ തുറന്ന് കാണിച്ചു. ഇത് എത്ര വർഷമായി കെട്ടിയിട്ടിട്ട്? 4 വർഷമായി. 4 വർഷമായി. 4 വർഷം കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പാണെങ്കിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഈ സൈഡിൽ മൊത്തവും ആളുകൾ കള്ളുകൂടികളാണ്. ഇവിടെ മഹാതരികടകൾ കാണിക്കുകയാണ് ഈ സൈഡ് മൊത്തം. വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഈ ഏതൊക്കെ സ്ഥലത്തുള്ള ആൾക്കാരെല്ലാം ഇവിടെയാണ് വന്നടിക്കുന്നത്. വന്ന് ഭയങ്കര ഇതാണ് അനാവശ്യം പറയൊക്കെ കുടികളും എല്ലാം ഇവിടെ കാണിക്കുക. യാത്ര ചെയ്യാനും ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണ്. കാരണം ഇത് പാർക്കിംഗ് സ്ഥലം ആയതുകൊണ്ട് അല്ലേ? അതുകൊണ്ടല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കിടക്കണുണ്ട്, സ്ഥലം കിടക്കണുണ്ട്. ആള് വന്നിരുന്ന് കുടിക്കാനും എടുക്കാനുള്ള സൗകര്യം ഉള്ളതുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഈ കടകൾ തന്നെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കൂലായിരുന്നു. ഇപ്പം കടകൾ തരുമ്പോൾ എല്ലാവരും അവരോരോ കടകളാകുമ്പോൾ അവിടെ ആക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ ഇത് സർക്കാരിനോട്, കോർപ്പറേഷനോട്? പറയുന്നുണ്ട്, അവർ തരാൻ നമുക്ക് വേണ്ടി ഇട്ടിങ്ങനെ തന്നെ. പക്ഷെ എന്തുകൊണ്ടാണ് തടസ്സമെന്ന് അറിഞ്ഞൂടാ. ചോദിക്കുന്നില്ലേ അത്? നമ്മൾ ഇടയ്ക്ക് ചോദിച്ചപ്പോൾ ഇപ്പം തരുമെന്ന് പറയുന്നുണ്ട്. അവർ തരാമെന്ന് പറയുന്നു. നമുക്ക് പിന്നെ അവർ പറയുന്ന കേട്ടല്ലേ പറ്റുള്ളൂ വേണം. അതുകൊണ്ട് നമ്മളൊന്നും ഇതിന് വാടക അങ്ങനെ എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? അതിന് ആ കട തരുമ്പോൾ നമ്മൾ വാടക കൊടുക്കും. എങ്ങനെയാണ് അത് അറിഞ്ഞുകൂടാ. തരുമ്പോൾ അവർ പറയും എത്രയാന്നോ. അഡ്വാൻസും വാടകയൊക്കെ ഉണ്ടെന്ന് തോന്നണോ? വാടക കൊടുക്കണമെന്ന് പറഞ്ഞു. അഡ്വാൻസ് ഉണ്ടോന്ന് അറിഞ്ഞൂടാ മേഡം. അവർ തരുമ്പം നമ്മൾ വാടക കൊടുക്കണം. അവർ പറയുന്നത് ഞങ്ങൾ കൊടുക്കണം. ഒരുപാടൊന്നും കേൾക്കൂല. അവർ എന്തെങ്കിലും കുറച്ച് വാടകയായിരിക്കും. എന്നാലും നിങ്ങളെപ്പോലുള്ളവരൊക്കെ അത് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് അതാണ് മേഡം. എന്ന് വെച്ചാൽ ഇത്രയും ഇങ്ങനത്തെ ശല്യങ്ങൾ ഒഴിവായിരുന്നു. അത്ര ഇതാണ് ഇവിടെ. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഒരുപാടുണ്ട്. ഉണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഇവിടെ ഡെയിലി വന്ന് കിടന്ന് കുടികൾ
അതാണ് ഏറ്റവും ഇതുപോലെ കൊണ്ടുവച്ച് കുപ്പികൾ. അല്ല, ഇപ്പൊ പറഞ്ഞ കണക്കിന് ഇവിടെ പാർക്കിംഗ് ആയതുകൊണ്ട് പല സ്ഥലത്തു നിന്നും വരുന്ന ആൾക്കാരാണ്. അവർ നോക്കുമ്പോൾ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ കയറി ഇനി വരും. അങ്ങനെ കിടക്കണോണ്ട് കയറി വേണമാണ്. പക്ഷേ ഈ കടകളെല്ലാം പ്രവർത്തിക്കുമ്പോൾ ഇതൊക്കെ പോകും, മാറും. പിന്നെ ഇവിടെ ക്ലിയർ ആവും. കടകൾ ഇങ്ങനെ അടച്ചിട്ടിരിക്കണം. ഇതുപോലെ മ്യൂസിയത്തിന്റെ അടുത്തും ഇങ്ങനെ ഇതേപോലെ കടകൾ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കെട്ടിയിരിക്കണമെന്ന് പറയുന്നുണ്ട് മേഡം. അത് അറിഞ്ഞൂടാ, അവിടെ ഇതുപോലെ കൊടുത്തോന്ന് അറിഞ്ഞൂടാ. അവിടെ ഇതുപോലെ ആളുകൾ പറയുന്നുണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. സർക്കാരിൻ്റെ ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കാരണം ഇവിടെ വരുന്ന പല ടൂറിസ്റ്റുകളും അല്ലെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാരിൽ പലരും തന്നെ അസമയങ്ങളിലും മറ്റ് സമയങ്ങളിലൊക്കെ ഇവിടെ എന്ത് പറയാനായിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും മറ്റ് ശൗചാലയങ്ങളായിട്ടാണ് ചില കടകൾ ഉപയോഗിക്കുന്നതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം പ്രശ്നങ്ങൾ കാരണം ചിലർക്ക് ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വഴിയാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ വയ്ക്കുകയാണ്. എന്താണ് സർക്കാരിന് ഇതിലേക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് കൂടി നമുക്ക് സാധാരണക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാം. അതുകൊണ്ട് കെട്ടിയിടുന്ന വർഷങ്ങൾ കുറേ ആയി. ചുമ്മാ വെറുതെ ക്യാഷും കീസും എന്നൊക്കെ പറയണു. എന്തോ ഇതുവരെ കടയും കൊടുക്കുന്നില്ല. നമ്മളവിടെ പേരെല്ലാം കൊടുത്തിട്ടുണ്ട്, പേര് ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരാന്നൊക്കെ പറയണു. എന്തോ ഇതുവരെ ഒരു അനക്കവും ഇല്ല. എന്താണ് അവർ അതിന് പറയുന്ന കാരണം? എന്താണെന്ന് ഒന്നും അറിയില്ല. ഞാൻ അവിടെ പോയി 2-3 തവണ ചോദിച്ചു. അത് ചെറിയ കാര്യങ്ങളുണ്ട്, അങ്ങനെ പറഞ്ഞ് ശില്പാക്കി വിടുക. 14 കട കെട്ടി 14 പേർക്കാണ്. ശരിയല്ലേ? ആദ്യത്തെ കട ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ്. അത് ശരി. ഈ കട കെട്ടിക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറിയിരിക്കണേ. അപ്പൊ അപ്പുറത്തുള്ള കടകളാണ് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കണത്. അപ്പൊ ഇവര് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവര് ഒരു അനക്കമില്ല. എന്താണെന്ന് ഒന്നും അറിയില്ല. അല്ല, ഇപ്പൊ അതിന് സ്ഥല സൗകര്യം കുറവായത് കൊണ്ട് പൊളിച്ച് വീണ്ടും വേറെ കെട്ടാൻ പോകുന്നു എന്ന് പറയുന്നു. ആദ്യം കെട്ടിയ തെറ്റിൽ ഇത്ര സ്ഥലം ആവശ്യമുണ്ടോ? അതെ, നേരത്തെ കെട്ടിയത് നല്ലപോലെ കെട്ടിയാ പോരെ. ഇപ്പോഴും ജനങ്ങൾ തിരക്കും വാഹനങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ചല്ലേ ചെയ്യണ്ട. അപ്പൊ ഇത് കാശിന് ഗവൺമെന്റ് എത്ര നഷ്ടം. അതാണ് ഇനി അടുത്ത പൊളിച്ച് പണിയുക എന്ന് പറയുമ്പോൾ ഇത്രയും ചെയ്തതിന്റെ പണി ആവശ്യമുണ്ട്. ഈ ലെവലിൽ തന്നെ അങ്ങ് നിറഞ്ഞു കെട്ടിയാൽ മതി. ഇത്ര ഒരു 6-7 അടി സ്ഥലം വെറുതെ പോകും. അതെ, ഇത് എല്ലാം കൂടെ ചേർത്ത് കെട്ടിയത് ഏതോ ഒരു സ്ഥലം പോലെ കെട്ടിയിരിക്കുകയാണ്. സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഇത് ചെയ്യുന്നത് അധിക വരുമാനമല്ലേ? ഇത് ചെലവല്ലേ? ഇത് ഭയങ്കര അഹങ്കാരത്തിൽ ചെയ്തിരിക്കണം. പിന്നെന്താ കാശിന് വേണ്ടിയുള്ള ജോലിയാണ്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. കട ഒരു ന്യായമായ രീതിയിൽ കെട്ടിയാൽ ഇത്രയും സ്ഥലം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണം. അപ്പുറത്ത് ഗ്യാരേജാണ്. എപ്പോഴും 24 മണിക്കൂർ വണ്ടി വെക്കേണ്ടിരുന്ന സ്ഥലമാണ്. ചെറുതായിട്ട് കടകളൊക്കെ ചെറുത് തന്നെ കൊള്ളാം. പക്ഷേ അത് ഒന്നുകൂടെ കുറച്ച് അങ്ങോട്ട് നീക്കി ഈ ഫുട്പാത്തൊന്നും ആവശ്യമില്ല. അതെ, കെട്ടിയിരുന്ന വാഹനത്തിനും പോകാം, എല്ലാത്തിനും സൗകര്യം കാണും. ഇപ്പോൾ എല്ലാം കൂടെ അലങ്കോലപ്പെട്ടിരിക്കുക. എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഇത് കടകളൊന്നും പ്രവർത്തിക്കാത്തത് കാരണം ഇപ്പോൾ അവിടെ അടുത്ത കടയിൽ ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ പറയുന്നത് ഇവിടെ രാത്രിയൊക്കെ ആകുമ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് വെള്ളം അടിക്കുന്ന പാർട്ടി പോകും. ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ നടക്കണം. അതെ, ആള് കച്ചവടം കാര്യങ്ങളപ്പോൾ ഈ വെള്ളമടികളോടെ മാറില്ല. അതെ, ഇപ്പം ആരില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് കിടക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു സ്ഥാപനമായി പോയാൽ പിന്നെ ആൾക്കാരൊന്നും വരില്ല. അതെ, അപ്പം അങ്ങനെ ഇരിക്കുക. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്നില്ലേ ആരും? ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നാലും ഇതുവരെയും ഒന്നും വന്നിട്ടില്ലല്ലോ. എന്ത് ചെയ്യാക്കും? വർഷം 3 ആയി കെട്ടിയിട്ട്, വെറുതെ കെട്ടിയിട്ടേക്കാണ്. ഇപ്പോൾ വാടക തന്നെ എത്ര കിട്ടും? ചെറിയ കട തന്നെ. എന്നാൽ ഇത് മതി. ഇത്ര ഫുട്പാത്തിന് ആവശ്യമില്ലാതെ കെട്ടി അതും വെറുതെ ആയി. ആ സ്ഥലത്തിന് വെറുതെ ആയി. ഇപ്പം ട്രാൻസ്പോർട്ട് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവർ പറയും ഈ സ്ഥലം ഇടിച്ചു മാറ്റി എന്ന് പറയില്ല. അതെ, അപ്പോൾ അത് നഷ്ടമല്ലേ? അപ്പോൾ അതൊക്കെ ആലോചിച്ചല്ലേ ചെയ്യണം. ഒന്നാമത്തെ ഫുട്പാത്തിലാണ് കച്ചവടം ചെയ്യണം. അപ്പോൾ ആ രീതിയിലാണ് കട കെട്ടാൻ. കട കെട്ടിയത് കറക്റ്റ് തന്നെ. ഇത്ര സ്ഥലം ആവശ്യമില്ല. ഫ്രണ്ടിലോട്ട് വേണ്ടായിരുന്നു. അല്ലാതെ ഈ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണ്ടേ? കേരളം ചേർത്തിരിക്കുകയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ട് വാഹനം പോയിക്കൊണ്ടിരിക്കണല്ലേ? ഇതെല്ലാം വേണ്ടാത്തന്നെല്ലാം ചെയ്ത് എല്ലാം ഗവൺമെന്റിന് വലിയ നഷ്ടമായി പോയി. 2019 അവിടെ ഇടിച്ച് സ്മാർട്ട് സിറ്റിക്കാർ ഈ കട വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിയിലിരുന്ന ആൾക്കാരെ മൊത്തം വഴിയോരത്ത് മാറ്റിയിട്ട് ആ ബിൽഡിംഗ് തുടങ്ങിയതാണ്. 2019 ഇതേവരെ അത് തുറന്നു കൊടുക്കുക കെട്ടിയിട്ടിട്ട് തന്നെ ഏകദേശം 2 വർഷമായി. അപ്പോൾ അവിടെ ഇരുന്ന കച്ചവടക്കാരെ അതിനകത്തോട്ട് തന്നെ പാർപ്പിച്ചിട്ടുണ്ട്. ഒട്ടുപേര് കടകൾ അടച്ചിട്ടിരിക്കുക. ബിസിനസ് കുറവാണ്. കാരണം എല്ലാവരും ഉണ്ടെങ്കിൽ ആ കടയിൽ അവിടെ ഒരു സ്ഥാപനമായേ ഉള്ളൂ. ഇപ്പോൾ അവിടെ കിടക്കുന്നത് മൊത്തം റോഡിൽ കിടക്കുന്ന കഞ്ചാവ് കച്ചവടക്കാരും അനാവശ്യമായിട്ട് അവിടെ അതാ ഇപ്പൊ പറഞ്ഞത്. അതെ, അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അവർ എപ്പോ വെച്ചാൽ സംഘടനക്കാർ പറയുന്നത് എങ്ങനെ വെച്ചാൽ ഓണത്തിന് മുമ്പേ ഇത് ചെയ്തു കൊടുക്കുമെന്നാ പറയുന്നത്. പക്ഷെ അത് ഇതുവരെ വർഷം 4 ആയില്ലേ? വർഷം 4 2019 ഇടിച്ചതാ. കടകളെല്ലാം മാറ്റി പുറത്തോട്ടാക്കിയിട്ട് ഇപ്പോൾ 12 കടക്കാരെ അവിടെ ശരിക്കും ഉള്ള ആൾക്കാർ. ബാക്കിയെല്ലാം അങ്ങോട്ട് അത്രയും കുടിയേറിയ കണക്ക് അവരായിരിക്കുക. പക്ഷേ ഇതിന് 12 കടക്കാരെ തുറന്നു കൊടുത്തിരുന്നെങ്കിൽ അവരെല്ലാവരും ഉപജീവന മാർഗം ഇല്ലാതെ വീട് പണിക്കും ലോട്ടറിക്ക്. എൻ്റെ അമ്മയാണെങ്കിൽ ലോട്ടറി കൊണ്ട് നടക്കുകയാണ്. 86 വയസ്സായി. അത് ലോട്ടറി കൊണ്ട് നടക്കുവാണ്. അങ്ങനത്തെ ഒരു സ്റ്റേജിലൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചില്ലായിരുന്നു സർക്കാരിനോട്? സംഘടനക്കാർ സർക്കാരിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഓണം കഴിഞ്ഞ് തുറന്നു കൊടുക്കുമെന്നാണ് സംഘടനക്കാരും യൂണിയൻകാരും ഒക്കെ പറയുന്നത്. പക്ഷേ ഇത്
നമുക്ക് തോന്നുന്നില്ല. കാരണം ഓണത്തിന് ഇത്ര ദിവസം ഉള്ളത് അതെ, അത് ഇപ്പോഴും തുറക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഒട്ടുവരി ഇരിക്കുന്നതുകൊണ്ട് ഒട്ടുവരി ഇല്ല, കച്ചവടം വളരെ കുറവാണ്. അത് ഇങ്ങനെ തുറക്കാതിരിക്കുന്നത് കൊണ്ട് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, ഓപ്പോസിറ്റ് ആയിട്ട് കുറെ ഒക്കെ ഉള്ള ആൾക്കാർ വന്ന് പാർക്കിംഗ് അല്ലേ അവിടെ? അതെ, അങ്ങനെ ഈ എല്ലാം കൊണ്ട് ജനങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടായ ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. മഹാരാജാവിൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേജാണ് ഇപ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടാണ് സഹിക്കുന്നത്. വൈകിട്ടാകുമ്പോൾ പിടിച്ചോറിക്കാറും കഞ്ചാവ് കച്ചവടക്കാരും ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റേജാണ് ഇപ്പോൾ അവിടെ നടന്നു വരുന്നത്. ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് പോലും നമുക്കറിയാം. അതെ, അങ്ങനെയുള്ള ഇപ്പം വേണം കണ്ടു കാണും. അതെ, അതെ, അങ്ങനത്തെ ഒരു സ്റ്റേജ്. അപ്പോൾ ഈ കട തുറന്നു കൊടുത്തെങ്കിൽ എല്ലാവരും കടയ്ക്കകത്ത് കാണും. ഇങ്ങനെ അവർക്കൊരു ഉപജീവന മാർഗമാകുമായിരുന്നല്ലോ. ഇപ്പോൾ ഈ എല്ലാവരും എന്ന് വെച്ചാൽ ഭക്ഷണങ്ങൾ ഫ്രീ ആയിട്ട് എല്ലാവരും കിട്ടുന്നുണ്ട്, കുടിവെള്ളം കിട്ടുന്നുണ്ട്. മാച്ചോണ്ട് വരാം, വഴിയെ പോകുന്നവരും കാർ പാർക്കിങ്ങിൽ കിടക്കുന്നവരുടെയൊക്കെ യാചന ചോദിച്ച് വാങ്ങിച്ച് വെള്ളം അടിക്കലും ഇതൊക്കെ അവിടെ ഇപ്പോൾ നടക്കുന്നത്. വാർഡിലെ കൗൺസിലറെ വിളിച്ച് പറഞ്ഞ് ഇവിടുത്തെ കൗൺസിലർ ജാനകിയമ്മളല്ലേ? വന്ന് ആദ്യം പറഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞ് ഇട്ട് കൊടുത്തു. രണ്ടാമത് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി. പിന്നെ ഇങ്ങോട്ട് വരികയില്ല. അത് കഴിഞ്ഞ് ഞാൻ ചാലയിൽ കൊണ്ടുവന്നൊരു പേപ്പർ എഴുതി കൊടുത്തു. അതും ഒരറമ്പാതും ഇല്ല. അങ്ങനെ കിടക്കുകയാണിത്. നിങ്ങളുടെ വഴിയോര കച്ചവടക്കാരുടെ ഒരു സംഘടനയുടെ സെക്രട്ടറിയും കാര്യങ്ങളുണ്ടല്ലോ, എല്ലാവരുടെയും പറഞ്ഞു ഒന്നിനും മാറ്റമില്ല. അതിങ്ങനെ എന്നെ കിടക്കണം. ആരെങ്കിലും വീഴുന്നത് വരെ എനിക്ക് വേറൊന്നുമല്ല പേടി. കൊച്ചു മക്കൾ ഇതിലേ പോകും. അതെ, അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. വലിയവരാണെങ്കിൽ അറിയാമല്ലോ, എന്നാലും ജീവന് ആപത്ത് വരുന്നതല്ലേ ഇത്? ഈ കൊച്ചു മക്കൾ പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറക്കി ഇവിടെ ഇട്ടേക്കുന്നത്. ഞാൻ 42 വർഷമായി ഈ കോട്ടയ്ക്കകത്ത് കയറിയിട്ട്. താലൂക്ക് കച്ചേരിയുടെ നടയിൽ കോർപ്പറേഷൻ ഓഫീസിൻ്റെ പിന്നിലാണ് ഞാൻ ഇരുന്നത്. അപ്പം ഇതൊക്കെ നന്നാക്കണേനെ കൊണ്ട് ഇവർ നമ്മളെ കടകളെ ഇങ്ങോട്ടാക്കി അവർ എഴുതിയൊക്കെ എടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കട വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തരുമെന്ന് പറഞ്ഞു. 6 വർഷം കഴിഞ്ഞ് ഇന്നതുവരെ നമുക്ക് തന്നിട്ടില്ല. ചോദിച്ചില്ലേ അതിനെക്കുറിച്ച്? ആരുടെ? അത് വഴിയേറെ കച്ചവടക്കാരുടെ പാർട്ടിയിലുള്ള യൂണിയക്കാരുണ്ട്. രാജേഷ് ഉണ്ടല്ലോ, രാജേഷിനോടൊന്നും ചോദിച്ചില്ലേ? അല്ല, പിന്നെ ഈ പേരും മറന്ന് അവര് ശരി, പേര് അമ്മ വിട്ടേരെ, പറഞ്ഞോ. പിന്നെ പേര് മറന്ന് പിന്നെ അങ്ങനെ ഇവിടെ ഞാൻ സംഘടനയിലുള്ള ആൾക്കാരടുത്തൊക്കെ പറഞ്ഞു, അതിനുള്ള ആളുകൾ കൂടെ പറഞ്ഞ് എല്ലാം ചെയ്ത് വരിക്ക് അങ്ങനെ ഇരുന്ന കടയിൽ ഞാനാണ് ഈ സൈഡിൽ ഇരുന്നത്. ഈ സൈഡിൽ ഇരുന്നത് ഈ കട കുറച്ച് വലുതായതിനെ കൊണ്ട് ഈ കട മാറ്റാതെ ഇവിടെ വെച്ചിട്ട് ഞങ്ങളെ കടകളെല്ലാം അപ്പുറത്തോട്ടാക്കിയപ്പം ഇവർ ഈ ഭാഗത്തായി. ഇവരെല്ലാം നമ്മളെ രാജധാനിയുടെ നടയിലിരുന്ന ആൾക്കാരാണ്. ഓ, അത് ശരി. ഇവരെയൊക്കെ ഇവിടെ വരുത്തിയത് ഇതിൻ്റെ പാർട്ടിയിൽ ഒരാളുണ്ടായിരുന്നു, പിന്നെ സദാസമായിരുന്നു പറയും. അങ്ങനെയുള്ള കേരളത്തിലാണ് ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങോട്ടാക്കിയത്. അപ്പം ഇവിടെ ഇരുന്നവരെല്ലാം ഇവിടെ പോയി? ഇവിടെ ഇരുന്നത് ഞാനുണ്ട്, ഒരു കടക്കാരി അവിടെ ഇരിക്കുന്നു, അറിയാം. ആ കടക്കാരി ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കട ഇവിടെ ഒരാൾ കണ്ണനെന്നും പറഞ്ഞ ഒരാൾ വിലയ്ക്ക് വാങ്ങിച്ചു. അങ്ങനെ ഈ 3 കട ഇവിടെ ഉള്ളായിരുന്നു. ഇപ്പം ഇവിടെ നിറയെ കടകളായി. ആയപ്പോഴത്തേക്കും മക്കളെ, എനിക്ക് ഒരു അപ്പൂപ്പനുണ്ട്, 98 വയസ്സായി, എനിക്ക് 89 വയസ്സായി. എനിക്ക് ഒരിടത്തിരുന്ന് കച്ചവടം ചെയ്യാനായിട്ടുള്ള സാഹചര്യം എനിക്കില്ല. എനിക്ക് കയറി ചാടാനൊന്നും പറ്റൂല. എഴുക്കര കഴിവുള്ളവരൊക്കെ എഴുക്കരയാക്കിയിട്ട് എന്നെ അങ്ങ് അറ്റാതാണ് ആ കട എൻ്റെ. അതും തുറന്നു തന്നിട്ടില്ല. തുറക്കാനായിട്ട് എനിക്ക് കയറാൻ സ്ഥലമില്ല, വഴിയില്ല. ഓ, വഴിയില്ല, അവിടെ വഴിയില്ല. ഇതിൻ്റെ പുറത്തുകൂടെ നമ്മൾ കയറി ചാടണം, അല്ലാതെ എനിക്ക് വഴിയില്ല. അവിടെ ഇവരവിടെ ഈ കണ്ണനെന്ന് പറഞ്ഞ പാർട്ടി ഇവിടെ അതാ കട്ടിലും മേശയൊക്കെ പിടിച്ചിട്ടേക്കാണ്. ഇവരവിടെ കാപ്പി കച്ചവടക്കാരെ വന്ന് അവിടെ എല്ലാം അതാ പിടിച്ച് വാരിയിട്ടേക്കാണ്. എനിക്ക് കയറാനായിട്ട് വഴിയില്ല മക്കളെ. അതുകൊണ്ടാണ് ഞാൻ ഇതും കൊണ്ട് നടക്കുന്നത്. ഒരപ്പൂപ്പനും എനിക്ക് ഉപജീവനത്തിന് വേണ്ടിയിട്ട് 300 രൂപ ഇതിൽ കിട്ടിയിരുന്ന അപ്പൂപ്പനും 10 ദിവസം ആകുമ്പോൾ ഈ 400 രൂപ ഞക്കി. അതിനുള്ള പൈസ പോലും എനിക്ക് കിട്ടണില്ല മക്കളെ. ഇവിടെ ഇരുന്നാൽ ഞാൻ ഇത്തിരി വെള്ളം തവറ വല്ലതൊക്കെ വെച്ച് കുറേ ലോട്ടറികളും ഒക്കെ ഇട്ട് ഞാൻ അടങ്ങിയിരുന്ന് കച്ചവടം അതിനുള്ള എനിക്കില്ല. ഇവരൊക്കെ ഇവിടെ നമ്മളൊക്കെ ഇരുന്നാണ്, നമ്മളെ ഇവിടെ നിന്ന് മാറ്റി അപ്പുറത്താക്കി. പാത ആള് ഇരുത്തൂലെന്ന് പറഞ്ഞ് ഞങ്ങളപ്പുറം. ഇപ്പം പാതയെന്ന് പറഞ്ഞ ആള് ഇരിക്കുന്നുണ്ടല്ലോ ആൾക്കാർ. ഇവർ വന്നിട്ട്
2 മാസം ആവുള്ളൂ ഇവിടെ മുണ്ട് കച്ചവടം. ഇവർ തിരുവല്ലത്തുള്ളയാണ്. ഇവരിവിടെ ഒരു പങ്കിലാക്കി രാമായണം കൊണ്ടുവച്ച് ഇവിടെ തുണി കച്ചവടം ചെയ്യും. അതിൻ്റെ അപ്പുറം അത്രയും നടന്ന് പക്ഷേ നമ്മളെ ഈ പിന്നെ ഇതിലുള്ള ഇതിൽ സംഘടനയാമ്മ സംഘടനയല്ല, ഈ മറ്റേ ഈ പണം ഉടമ്പണമെന്ന് വിളിക്കും. അവരവിടെ ഇഡ്ഡലി കച്ചവടം ഇതെല്ലാം സുട ഇഡ്ഡലി കച്ചവടം. അവര് ഞാൻ നിറയെ ഇവിടെ ആളായി. എനിക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു സാഹചര്യമില്ല. എനിക്ക് നിങ്ങളെല്ലാവരും കൂടെ ആയിട്ട് എന്നെ ഒരു സൗകര്യമാക്കണം. ഞാൻ നിങ്ങളെൻ്റെ ചെറുമക്കളാണ്, മക്കളല്ല. നിങ്ങളെല്ലാം കാലം പിടിക്കും. അത്ര ഞാൻ കഷ്ടം അനുഭവിക്കുകയാണ് മക്കളെ. ഈ വെയിലും നീലും എനിക്ക് നടക്കാൻ പറ്റില്ല. കല്ലിൻ്റെ അസുഖമുണ്ട്. അത് നമ്മളെ ശങ്കരായൻ ഡോക്ടറില്ലേ, മെഡിക്കൽ കോളേജിൽ ഞാൻ 18 ദിവസം കിടന്നപ്പം എനിക്ക് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു. 3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇളയ മോള് പറഞ്ഞു പൈസ ഒന്നുമില്ല, അമ്മയ്ക്ക് ചികിത്സ കാർഡൊന്നുമില്ല എന്ന് പറഞ്ഞ്. അതുമല്ല അമ്മ ഇത്രയും പ്രായമായി, എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടാൽ ശരി ആവില്ല എന്ന് പറഞ്ഞ് അവർ ഗുളിക മരുന്നൊക്കെ തന്ന്. എനിക്ക് കുറച്ച് കുറവൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും വന്ന് ഈ കച്ചവടം ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ആറാട്ടിൻ്റെ തലേ ദിവസം എനിക്ക് വീണ്ടും സുഖമില്ലാതായി, കൂടുതലൊക്കെ ആയി. ഇപ്പം ശങ്കരായൻ ഡോക്ടർ ചികിത്സയാണ്. ഇപ്പം തന്നെ എനിക്ക് ഈ ആറാട്ടിന് ഇപ്പുറം വെച്ച് 11,800 ഗുളിക മാത്രം. എനിക്ക് പെൻഷൻ കിട്ടണ 1,600. അത് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ആ മക്കളില്ല. എൻ്റെ മൂത്തവൻ മരണപ്പെട്ട് അതിൻ്റെ ജീവിതം വെറും കഷ്ടപ്പെട്ട ജീവിതം. അപ്പം അതിനെനിക്ക് തരാനായിട്ടുള്ള സാമ്പത്തികമില്ല. ഞങ്ങൾ വളരെ കഷ്ടം അനുഭവിക്കുകയാണ് പെണ്ണും മോളെ. എനിക്ക് ഒരു സൗകര്യം ആയിട്ട് കിട്ടാതെ ശ്രമം നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് ശ്രമിക്കും.